ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ബികോം ബിസിനസ് മാനേജ്മെൻറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ തിയറി ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അതിൽ ആദ്യം മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിക്കുക, നമ്മുടെ മാനേജ്മെൻറ്റ് ഡെഫിനേഷൻ ഒന്ന് പഠിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആദ്യം മാനേജ്മെൻറ്റ് എന്താണ് എഴുതിയതിന് ശേഷം നിങ്ങൾ ആ ആൻസറിലേക്ക് വരിക. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ജോലി ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ്. അല്ലെങ്കിൽ വാട്ട് മാനേജർ ഡസ്, എന്താണോ മാനേജർ ചെയ്യുന്നത് അതാണ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. കാരണം മാനേജ്മെൻറ്റ് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ആദ്യം ഡെഫിനേഷൻ എഴുതാനായിട്ട് പറ്റും. കാരണം ആൻസറിന് കുറച്ചും കൂടി ലെങ്ത് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ വിഡ്ത്ത് കൂട്ടണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. മാനേജ്മെൻറ്റ് ഡെഫിനേഷനൊക്കെ എപ്പോഴും ഉൾപ്പെടുത്താം. ഇനി മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്, അങ്ങനെ പഠിച്ചാൽ മതി. ഇത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ്, ഗോൾ ഓറിയൻറ്റഡ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്, അതായത് എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവിന് പകരം ഗോൾ ഓറിയൻറ്റഡ് എന്ന് പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ടൈം മാനേജ്മെൻറ്റ്, സമയത്തിനെ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതിൽ ഇറ്റ് ഈസ് എ കരിയർ, ഇറ്റ് ഈസ് എ ഗൈഡൻസ്, ഇറ്റ് ഈസ് എ മൾട്ടി ഡൈമെൻഷണൽ, എല്ലാ മേഖലയിലും മാനേജ്മെൻറ്റ് ഉണ്ട്. അതാണ് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറയുന്നത്. അതിലൊരു 5-6 പോയിന്റ് പഠിക്കുക. ഈ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് തിയറി. ഇപ്പോൾ 10 മാർക്കിനൊക്കെ എസ്സേ ചോദിച്ചു, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എസ്സേ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സും എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ 10 മാർക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് കിട്ടും ആൻസറിന് കേട്ടോ. അടുത്തത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റും സ്കോപ്പ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൽ വരുന്നത് മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഹ്യൂമൺ ആക്ടിവിറ്റിയാണ്, പ്രൊഫഷനാണ്, ആർട്ടാണ്, സയൻസാണ്, ആർട്ട് ആസ് വെൽ as സയൻസ് ആണ്. അത്രയും പഠിച്ചാൽ മതി. ഇനി മാനേജ്മെൻറ്റ് സ്കോപ്പ്, അത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ട്, പേഴ്സണൽ മാനേജ്മെൻറ്റ് ഉണ്ട്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് സയൻസ് ആണെന്ന് പറയാനുള്ള കാരണം, അത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് സ്വഭാവം, മാനേജ്മെൻറ്റ് സയൻസാണ്, മാനേജ്മെൻറ്റ് ആർട്ടാണ്, മാനേജ്മെൻറ്റ് പ്രൊഫഷനാണ്. ഇത് 3 നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഈ 3 നിങ്ങൾ എഴുതിയാൽ മതി. വാട്ട് ആർ ദ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ആസ് സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഇത് 3 വേണം നിങ്ങൾ എഴുതാനായിട്ട്. മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞാൽ അത് എക്സാക്റ്റായിട്ട് ഫിസിക്സോ കെമിസ്ട്രിയോ ഒന്നല്ല. നമ്മൾ സയൻസിനകത്ത് നമുക്ക് ഒരുപാട് എന്തുണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. സയൻസിൽ നമ്മൾ കുറേ ന്യൂട്ടൺസ് ലോയും അതുപോലെ തന്നെ ഓംസ് ലോയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സയൻസിനുള്ള എല്ലാ സവിശേഷതയും മാനേജ്മെൻറ്റിന് ഉള്ളത് കൊണ്ട് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അത് പ്രിൻസിപ്പളിൻ്റെ ബേസിലല്ലേ മാനേജ്മെൻറ്റ്, ഇവിടെ പ്രിൻസിപ്പളിൻ്റെ ബേസിലല്ലേ സയൻസ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പളിൻ്റെ ബേസിലായതുകൊണ്ട് മാനേജ്മെൻറ്റ് നമുക്ക് സയൻസ് എന്ന് പറയാം. ഇനി മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്, എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആർട്ട് എന്ന് പറയുന്നത്? ആർട്ട് എന്ന് പറയുന്ന കലയാണല്ലേ. ഒരു കലയ്ക്കുണ്ടായിരിക്കേണ്ട എല്ലാ സവിശേഷതയും മാനേജ്മെൻറ്റിനുള്ളത് കൊണ്ടാണ് മാനേജ്മെൻറ്റ് ആർട്ട് എന്ന് പറയുന്നത്. കലയ്ക്കുള്ള സവിശേഷത എന്താ, ഒരു സ്കില്ലുണ്ടാവും, ഒരു എബിലിറ്റി ഉണ്ടാവും, പേഴ്സണൽ സ്കില്ലുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അത് കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ് ആയിരിക്കും. ഈ സവിശേഷതയൊക്കെ ആർട്ടിനുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു കലയ്ക്കുള്ള എല്ലാ സവിശേഷതയും മാനേജ്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ആർട്ടാന്ന് പറയാം. അത് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്ന് പറയാനുള്ള കാരണം എന്താ, ഒന്ന് എക്സിസ്റ്റൻസ് ഓഫ് നോളജ്, അതുപോലെ തന്നെ അക്വയറിങ് ട്രെയിനിങ്, കോഡ് ഓഫ് എത്തിക്സ്, സർവീസ് മോട്ടോ, ഇതെല്ലാം ഒരു പ്രൊഫഷനുള്ള സവിശേഷതയാണ്. ഈ പ്രൊഫഷനുള്ള ഈ എല്ലാ സവിശേഷതയും മാനേജ്മെൻറ്റിലുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയാം. ഇനി അടുത്തത് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടാണ്. അതിൽ കുറേ പേര് നമ്മുടെ മാനേജ്മെൻറ്റ് തോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്ന് ഇല്ല എങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അടുത്ത ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 3 ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് വരുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ട്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ മീഡിയം ലെവൽ മാനേജ്മെൻറ്റ് എന്ന് അതിന് പറയാറുണ്ട്. 3 ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഈ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഉന്നത തലത്തിരിക്കുന്ന ആൾക്കാർ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടർ, അതുപോലെ ഷെയർ ഹോൾഡേഴ്സ്, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇവരൊക്കെയാണ് ടോപ്പ് ലെവൽ.
അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെ, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക? ഒന്ന്, ഭാവിയിലേക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക, ഗോൾ ഡിഫൈൻ ചെയ്യുക, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, ഭാവിയിലേക്ക് വേണ്ട പോളിസീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, സ്ട്രാറ്റജി തന്ത്രങ്ങളൊക്കെ മെനയുക, റിസൾട്ടുകളൊക്കെ ജഡ്ജ് ചെയ്യുക. ഇനി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡാണ് കേട്ടോ. അതായത് സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പർച്ചേസ് മാനേജർ അവരൊക്കെയാണ് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ പെടുക. അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവർ പ്ലാൻ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റിലെ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുക, അതുപോലെ ലോവർ ലെവലിൽ നിന്ന് റിപ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്യുക, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റൽ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മീഡിയം ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. അടുത്ത ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഡേ ടു ഡേ വർക്കുകളൊക്കെ പ്ലാൻ ചെയ്യുക, അതുപോലെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, വർക്കേഴ്സിന് വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക, വർക്കേഴ്സിന് ഗൈഡൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എക്സാമ്പിളാണ് അക്കൗണ്ട് ഓഫീസർ, ഫോർമാൻ, സൂപ്രണ്ടൻ്റ് ഒക്കെ ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ് കേട്ടോ. ഇനി മാനേജ്മെൻറ്റിൻ്റെ ചില ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ? വർക്ക് ഡിവൈഡ് ചെയ്യുക. അതായത് വർക്കിനെ ചെറിയ ചെറിയ ജോലികളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ ജോലിയിൽ എഫിഷ്യൻ്റ് ആയ അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആർക്ക് കൊടുക്കും? വർക്കേഴ്സ് നമ്മൾ ഈ ജോലികൾ വീതിച്ച് കൊടുക്കുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുക. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാലോ, അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് സുപ്പീരിയർ ടു ഗിവ് ഓർഡേഴ്സ് ആണ് അല്ലേ. നമുക്കറിയാം സുപ്പീരിയറുടെ കയ്യിൽ നിന്നും ഓർഡറുകൾ കറക്റ്റായിട്ട് പാലിക്കുക, അതാണ് അതോറിറ്റി. അതോറിറ്റിയോട് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കണം. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം, അതാണ് റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും അതിൻ്റേതായിട്ടുള്ള സിൻസിയോറിറ്റിയുടെയും ഒബീഡിയൻസോട് കൂടി നമ്മൾ വർക്ക് ചെയ്യണം, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റ് ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഓർഡറുകൾ സ്വീകരിക്കുമ്പോൾ, സുപ്പീരിയർ ഉണ്ടല്ലോ നമ്മുടെ മുകളിലുള്ള ആളുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിക്കുമ്പോൾ ഒരു സമയത്ത് നമ്മൾ ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ഓർക്കണം. യൂണിറ്റ് ഓഫ് കമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. നമ്മുടെ സെക്ഷൻ എയിൽ വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് കമാൻഡ്, വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഏരിയ ആരും സ്കിപ്പ് ചെയ്യരുത്. വർക്കേഴ്സ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. വർക്കേഴ്സ് എപ്പോഴും ഓർഡറുകൾ സ്വീകരിക്കേണ്ടത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും. അത് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ ആണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം നേടാനായിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുക, അതാണ് യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ. അടുത്ത സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. അതായത് ഓരോ വ്യക്തികളുടെയും താല്പര്യം നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ, ആ താല്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ താല്പര്യത്തിന് നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത റെമ്യൂണറേഷനാണ്. റെമ്യൂണറേഷൻ പറഞ്ഞാൽ പ്രതിഫലമാണ്. അതായത് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്, വർക്കേഴ്സിന് ഫെയർ ആയിട്ടുള്ള മാന്യമായിട്ടുള്ള വേതനം കൊടുക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ. അടുത്ത സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും, അതാണ് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡീസെൻട്രലൈസേഷൻ മീൻസ് പവർ ആർ ഗിവൺ ടു ലോവർ ലെവൽ. ലോവർ ലെവലിനാണ് നമ്മൾ ഈ സംഭവങ്ങൾ വീതിച്ച് കൊടുക്കണമെങ്കിൽ, ഈ തീരുമാനം എടുക്കാനായിട്ടുള്ള പവറൊക്കെ ലോവർ ലെവലിന് കൊടുക്കുകയാണെങ്കിൽ അത് ഡീസെൻട്രലൈസേഷൻ ആണ്. എപ്പോഴും നമുക്കറിയാം ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആയിരിക്കണം. അടുത്തത് സ്കാലർ ചെയിൻ ആണ്. സ്കാലർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു അതോറിറ്റികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം ചെയ്യുന്ന ഒരു ലൈനായിട്ടായിരിക്കും. അപ്പോൾ സുപ്പീരിയറിൽ നിന്നും അൾട്ടിമേറ്റ് അതോറിറ്റി ലോവർ റാങ്കിലുള്ളവരോ അല്ലെങ്കിൽ ലോവർ റാങ്കിൽ നിന്നും സുപ്പീരിയറിലേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ലൈൻ അതോറിറ്റിനെയാണ് സ്കാലർ ചെയിൻ എന്ന് പറയാം. ഇനി ഓർഡർ. എന്താ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഓർഡറിലായിരിക്കണം. നമ്മൾ ഓർഗനൈസേഷനിൽ നമ്മൾ സൂക്ഷിക്കുന്ന മെറ്റീരിയൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് പ്ലേസിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് നമ്മൾ വെക്കണം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഓർഡർ. അടുത്ത ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് ഈക്വാലിറ്റി. അതായത് ഓർഗനൈസേഷനെ എല്ലാവരെയും നമ്മൾ ഈക്വലായിട്ട് കാണണം എന്നുള്ളതാണ് ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി. അടുത്ത സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ. അതായത് ഫ്രീക്വൻറ്റ് ചേഞ്ചസ്. ഒരിക്കലും ഒരു എംപ്ലോയീസിനെ പെട്ടെന്ന് മാറ്റാൻ പാടില്ല. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ഓർഗനൈസേഷനിൽ ഞാൻ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. അയാളെ ഞാനൊരു മാനേജറായിട്ടോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അയാൾ അക്കൗണ്ടൻറ്റ് ജോലികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അയാൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ പഠിച്ച് വന്നപ്പോൾ അയാൾ പെട്ടെന്ന് സ്ഥലം മാറ്റി. അങ്ങനെ മാറ്റാൻ പാടില്ല എന്ന്. അതായത് എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് എംപ്ലോയീസിൻ്റെ പൊസിഷനിൽ എപ്പോഴും ഫ്രീക്വൻറ്റ് ചേഞ്ചസ് പാടില്ല, പെട്ടെന്ന് അതിൻ്റെ പൊസിഷൻ മാറ്റാനായിട്ട് പാടില്ല. അടുത്ത ഇനീഷ്യേറ്റീവാണ്.
ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ഷുഡ് ഗിവൻ ആഡിക്വേറ്റ് ഫ്രീഡം, അതായത് നമ്മുടെ എംപ്ലോയീസിന് അവരുടെ കൊടുക്കേണ്ട ഫ്രീഡം കൊടുക്കണമെന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇനീഷ്യേറ്റീവ്. അടുത്തത് എസ്പിരിറ്റ് ഡി കോർപ്സ്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്ന് പറഞ്ഞാൽ യൂണിയനി സ്ട്രെങ്ത്, ഒത്തുപിടിച്ചാൽ മലയും പോരുന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് നമ്മുടെ ആ ലക്ഷ്യം നേടാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് എസ്പിരിറ്റ് ഡി കോർപ്സ്. ഇതാണ് നമ്മുടെ 14 പ്രിൻസിപ്പിൾ അറിയപ്പെടുന്നത്. ചിലപ്പോൾ എസ് ചോദിക്കാം, 10 മാർക്കിൻ്റെ എസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് പഠിക്കണം കേട്ടോ. അടുത്തത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദർ ആരാണ്? FW ടെയ്ലറാണ് കേട്ടോ. അതും ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് പ്ലാനിങ് ആൻഡ് ഡൂയിങ് ആണ്, അത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഫോർമാൻഷിപ്പ്, സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി, സയൻറ്റിഫിക് ട്രെയിനിങ് ആൻഡ് സെലക്ഷൻ ഓഫ് വർക്കേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്, മെൻ്റൽ റെവല്യൂഷൻ, ഇതൊക്കെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്. അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ? ചിലപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. മാനേജ്മെൻറ്റ് ചെയ്യുന്നത് മിഡിൽ ലെവൽ ആക്ടിവിറ്റിയാണ്, അഡ്മിനിസ്ട്രേഷൻ ടോപ്പ് ലെവൽ ആക്ടിവിറ്റിയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനാണ്, അഡ്മിനിസ്ട്രേഷൻ ഡിറ്റർമിനേറ്റീവ് ഫംഗ്ഷനാണ് കേട്ടോ. അടുത്തത് ബിസിനസ് ഓർഗനൈസേഷൻ മെയിൻലി ഉപയോഗിക്കുന്നത് മാനേജ്മെൻ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് സാധാരണ അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിക്കുക. മാനേജ്മെൻറ്റ് ഒരു ഡൂയിങ് ഫംഗ്ഷനും അഡ്മിനിസ്ട്രേഷൻ ഒരു തിങ്കിങ് ഫംഗ്ഷനുമാണ് കേട്ടോ. അതും ഓർത്ത് വയ്ക്കുക. ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ വാല്യൂസ് ആൻഡ് ബിലീവ്സ്, അതായത് ഡിസിഷൻസ് എല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? വാല്യൂസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മറ്റൊരുതാണെങ്കിൽ പബ്ലിക് ഒപ്പീനിയനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി മാനേജ്മെൻറ്റിലെ ഏറ്റവും മെയിനായിട്ടുള്ള ആൾ മാനേജർ ആയിരിക്കും. അഡ്മിനിസ്ട്രേഷനിലെ കീ പേഴ്സൺ ആരായിരിക്കും? അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. വാട്ട് ഈസ് MBO? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കിൻ്റെ എസ് ചോദിക്കാറുണ്ട് മക്കളെ, എല്ലാവരും പഠിക്കണം കേട്ടോ. എന്താണ് MBO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? MBO എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് മാനേജറൽ സിസ്റ്റം ദാറ്റ് എയിംസ് ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ബൈ ക്ലിയർലി ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്. ഒരു കമ്പനിയുടെ ലക്ഷ്യത്തിനെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനിലെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. ഈ MBOയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ബിസിനസ്സിൻ്റെ ഗോളിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. എഫക്റ്റീവ് പെർഫോമൻസിനെ എംഫസൈസ് ചെയ്യുന്നു. അതുപോലെ പെർഫോമൻസ് റിവ്യൂ എടുക്കുന്നു. ഓരോ പീരീഡിലെയും പെർഫോമൻസ് റിവ്യൂ എടുക്കാനായിട്ട് MBOയ്ക്ക് സാധിക്കുന്നു. അതുപോലെ യൂണിവേഴ്സൽ ആപ്ലിക്കൽ, ലോകത്തെല്ലായിടത്തും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ അപ്രോപ്രിയേറ്റ് ആയുള്ള സിസ്റ്റം പ്രൊസീജിയറൊക്കെ MBOയ്ക്ക് ഉണ്ട്. ഇനി ബെനഫിറ്റ്സ് ഓഫ് MBO. ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? കറക്റ്റായിട്ട് സബോർഡിനേറ്റ്സ് പാർട്ടിസിപ്പേഷനും കോപ്പറേഷനൊക്കെ ഉണ്ടാവും. സിസ്റ്റമാറ്റിക് ശാസ്ത്രീയമായിട്ടുള്ള പെർഫോമൻസ് ഇവാലുവേഷൻ ഉണ്ട്. പെർഫോമൻസ് സ്റ്റാൻഡേർഡുകൾ കറക്റ്റായിട്ട് അറിയാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതായത് മാനേജേഴ്സിൻ്റെ വർക്ക് സബോർഡിനേറ്റ്സിന് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓർഗനൈസേഷൻ കൺട്രോളിൻ്റെ ഏറ്റവും നല്ലൊരു ടൂളാണ് MBO. മോട്ടിവേഷൻ എൻകറേജ് ചെയ്യാനായിട്ട് പറ്റും, പ്ലാനിങ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ബെനഫിറ്റ്സ്. ഇനി MBOയ്ക്ക് ബെനഫിറ്റ്സ് മാത്രമല്ല, ചില പരിമിതികൾ, ലിമിറ്റേഷനുണ്ട്. ഒരുപാട് സമയമെടുക്കും, വളരെ ചിലവേറിയതാണ്, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്, മാനേജേഴ്സിന് ഫ്രസ്ട്രേഷൻ വരാനായിട്ടുള്ള കാരണമാകും. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി MBOയുടെ സ്റ്റെപ്സ് ഉണ്ട് മക്കളെ. MBOയുടെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. രണ്ടാമത് പ്ലാനുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത് അതിൻ്റെ റിവ്യൂ എടുക്കുക. നാലാമത് അതിൻ്റെ പെർഫോമൻസ് അപ്രൈസിൽ ചെക്ക് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ MBOയുടെ പ്രോസസ്സ് വരെ വരുന്നത്. അടുത്ത WPM ആണ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നിങ്ങളിതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടത് അതാണ്. പിന്നെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുണ്ട്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പോർട്സ് കോർബ്, അതായത് P ഫോർ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ മക്കളെ. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സ് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അല്ലേ. പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യണം, വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെക്കൊണ്ട് ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. ഇനി പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സും മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. അപ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന പോയിന്റുകൾ പഠിച്ചു വെച്ചിട്ട് രണ്ടിൽ നിങ്ങൾ ഒരേ പോയിന്റുകൾ എഴുതിയാലും മതി കേട്ടോ. അടുത്തത് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ആദ്യം ഒബ്ജക്റ്റീവ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. ആ ലക്ഷ്യം നേടാനായിട്ടുള്ള അന്തരീക്ഷം, ചുറ്റുപാട് നമ്മൾ എന്ത് ചെയ്യുക? കൺസ്ട്രക്റ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്.
ഇനി എന്ത് ചെയ്യുക, അതിലേക്ക് വേണ്ട കളക്ഷനും ക്ലാസിഫിക്കേഷൻ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്യാം. നാലാമത്, അത് ചെയ്യാനായിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ടാവും. ആ പല മാർഗ്ഗങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ആ ഓരോ മാർഗ്ഗവും നമ്മൾ എന്ത് ചെയ്യുക, വിലയിരുത്തണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, നടപ്പിലാക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫോളോ അപ്പ് എടുക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. അതാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഇനി പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം. പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ്. അതായത് മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്നു, എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്നു, ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഇനി പ്ലാനിങ്ങിന് ചില പരിമിതികളുണ്ട്. എന്തൊക്കെയാണ്? ഇത് എക്സ്പെൻസീവാണ്, ഒരുപാട് സമയമെടുക്കും, ഫോർകാസ്റ്റിങ്ങിന് ബുദ്ധിമുട്ടാണ്, സെക്യൂരിറ്റി കുറവാണ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് അതിനെ എഫക്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ടൈപ്സ് ഓഫ് പ്ലാൻ ഉണ്ട്, കുറേ തരം ടൈപ്സ് ഓഫ് പ്ലാനുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്ലാനാണ് ഒബ്ജക്റ്റീവ്, രണ്ടാമത്തത് പോളിസി. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷനിൽ ലക്ഷ്യമുണ്ട് അല്ലേ, ആ ലക്ഷ്യമാണ് ഒബ്ജക്റ്റീവ്. ചിലപ്പോൾ സെയിൽസ് കൂട്ടുക, പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം. ഇനി പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭാവിയിലേക്ക് വേണ്ട നയങ്ങളൊക്കെ നമ്മൾ രൂപകൽപ്പന ചെയ്യുക. 3 പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്ലാനാണ് പ്രൊസീജിയർ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പ്ലാനാണ് റൂൾസ്. അതായത് റൂൾസ് എന്ന് പറഞ്ഞാൽ ചില നിയമങ്ങളുണ്ടല്ലേ, കറക്റ്റ് 9:30 സ്റ്റാഫുകൾ എത്തണം, സൈൻ ചെയ്യണം എന്നുള്ള റൂൾസാണ്. ഇനി സ്ട്രാറ്റജി. റൂൾസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ദ ഓഫീസ്. ഓഫീസിൽ സ്മോക്കിംഗ് പ്രൊഹിബിറ്റഡ് ആണ്, അത് റൂൾസാണ്. ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളാണ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട്, നമുക്ക് എതിരെ മത്സരിക്കുന്ന ആളുകളുമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, അതാണ് സ്ട്രാറ്റജി, തന്ത്രം. ഇത് പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം അല്ലേ, അതാണ് പ്രോഗ്രാംസ്. പിന്നെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എക്സ്പെൻസുകളും ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ബഡ്ജറ്റ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് പ്ലാൻ കേട്ടോ. ടൈപ്സ് ഓഫ് പ്ലാൻ ചോദിച്ചാൽ നിങ്ങൾ 7 എണ്ണം വേണം എഴുതാനായിട്ട് കേട്ടോ. ഇനി അടുത്തത് ഓർഗനൈസിങ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. എന്താ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ, കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക, അതാണ് ഓർഗനൈസിങ്. കറക്റ്റ് പീപ്പിൾസിനെയും റിസോഴ്സുകളൊക്കെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുക. ഓർഗനൈസിങ്ങിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുക, ആക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യുക, ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യുക, ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ട്, കോർഡിനേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് കേട്ടോ. ഇനി ഓർഗനൈസിങ്ങിന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, സ്കാലർ ചെയിൻ ഉണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ്. നമ്മൾ അവിടെ പഠിച്ച കുറേയധികം പ്രിൻസിപ്പിൾസ് ഇവിടെ വരുന്നുണ്ട്, അത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, 5 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താ ഫോർമൽ എന്ന് പറഞ്ഞാൽ? ഫോർമൽ റിലേഷൻഷിപ്പാണ്. നമുക്കറിയാലോ, ഒരാളോട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ പറയുന്നുണ്ട് എംപ്ലോയീസും അവരും തമ്മിൽ കറക്റ്റായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് കമ്പനി തന്നെ നമ്മൾ ഫോം ചെയ്ത് വെച്ചേക്കുന്നതാണ്. കമ്പനി ഫോം ചെയ്ത് വെച്ച പ്രകാരമുള്ള ബന്ധമാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഫോർമൽ അങ്ങനെയല്ല, അത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവും അല്ലേ, അത് നമ്മൾ തമ്മിലുള്ളൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അത് ഇൻഫോർമൽ, അത് ഫോർമൽ അല്ല, അത് ഇൻഫോർമലാണ്. ഇതിൻ്റെ സ്ട്രക്ചർ, ഫോർമലിൻ്റെ സ്ട്രക്ചർ ഓർഗനൈസേഷൻ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് വെൽ ഡിഫൈൻഡ് ആണ്. ഇൻഫോർമൽ നോട്ട് വെൽ ഡിഫൈൻഡ് ആണ്. ഫോർമൽ ക്രിയേറ്റ് ചെയ്യുന്ന ടോപ്പ് മാനേജ്മെൻ്റ് ആണ്, മറ്റൊരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ഉണ്ടാവും, കാരണം അത് ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലേ. മറ്റൊരുതാണെങ്കിൽ ഡസ് നോട്ട് ലാസ്റ്റ് ലോങ് ആണ്. ഇത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്, അത് അൺഒഫീഷ്യലാണ്. ഇത് സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അവിടെ അങ്ങനെ സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാവില്ല. ഇത് ഫെയർലി ലാർജ് ആയിരിക്കും, അത് സ്മോൾ ആയിരിക്കും കേട്ടോ. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ഓർഗനൈസേഷൻ ഉണ്ട്. ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. അത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറുകളൊന്ന് പഠിക്കുക. പിന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അത്രയും നോക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ഹു ക്യാൻ ബി മാനേജ്ഡ് എഫക്റ്റീവ്ലി ബൈ എ സുപ്പീരിയർ. അതായത് സുപ്പീരിയർ എന്ത് ചെയ്യുന്നു, വളരെ എഫക്റ്റീവ്ലി ആയിട്ട് സബോർഡിനേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുക. അതിനെയാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ വേറൊരു പേര് പറയും സ്പാൻ ഓഫ് കൺട്രോൾ. അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് സുപ്പീരിയറുടെ കപ്പാസിറ്റി, സബോർഡിനേറ്റ്സിൻ്റെ കപ്പാസിറ്റി, വർക്കിൻ്റെ സ്വഭാവം, ഡീസെൻട്രലൈസേഷൻ്റെ ഡിഗ്രി, സ്റ്റാഫ് അസിസ്റ്റൻസിൻ്റെ അവൈലബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. ഇതൊക്കെയാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. വാട്ട് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിൻ്റെ വർക്ക് അല്ലെങ്കിൽ അതോറിറ്റിയുടെ വർക്ക് നമ്മൾ സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുക കേട്ടോ. അതിന് 3 സ്റ്റെപ്സ് ഉണ്ട്.
ആദ്യം റെസ്പോൺസിബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുക, അതോറിറ്റീനെ ഡെലിഗേറ്റ് ചെയ്യുക, പിന്നെ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റിയാണ് അതിൻ്റെ സ്റ്റെപ്സ് കേട്ടോ. ഡെലിഗേഷൻ്റെ പ്രിൻസിപ്പിളുണ്ട്, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അത് ഡെലിഗേഷൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കുക, ഇമ്പോർട്ടൻസ്, ഒന്ന് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും, സുപ്പീരിയേഴ്സിൻ്റെ ബേർഡൻ കുറയ്ക്കാനായിട്ട് പറ്റും, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് പറ്റും, എക്സിക്യൂട്ടീവ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ്. വാട്ട് ഈസ് അതോറിറ്റി? അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമാൻഡുകളും ഓർഡറുകളൊക്കെ നൽകുന്ന ആളാണ് അതോറിറ്റി. മെയിനായിട്ട് 5 തരത്തിലുള്ള അതോറിറ്റി ഉണ്ട്. ലീഗൽ അതോറിറ്റി, ട്രഡീഷണൽ അതോറിറ്റി, ചാരിസ്മാറ്റിക് അതോറിറ്റി, ടെക്നിക്കൽ അതോറിറ്റി ആൻഡ് പൊസിഷണൽ അതോറിറ്റിയാണ് കേട്ടോ. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഡിഫറൻസ് എന്താ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ കമാൻഡ് ഓർഡറുകളൊക്കെ കൊടുക്കാനായിട്ടുള്ള അധികാരമാണ് അതോറിറ്റിക്കുള്ളത്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൊടുത്ത ഓർഡർ നമ്മൾ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് റെസ്പോൺസിബിലിറ്റി. ഡെലിഗേഷൻ അതോറിറ്റിയിൽ നമുക്ക് ഡെലിഗേഷൻ പോസിബിൾ ആണ്, റെസ്പോൺസിബിലിറ്റി അത് പോസിബിൾ അല്ല. ഇത് സ്റ്റേബിൾ ആണ്, അത് എൻഡ് പെർഫോമൻസ് അവസാനിക്കുക, അത് അവിടെ സ്റ്റേബിൾ അല്ല. ഇത് ഡൗൺവേർഡിലോട്ടാണ് ഫ്ലോ, അത് അങ്ങനെ ഫ്ലോയൊന്നും ഇല്ല. ഇത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും, അത് ഒരിക്കലും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത ഡീസെൻട്രലൈസേഷനും അതുപോലെ ഡെലിഗേഷനും തമ്മിലൊരു ഡിഫറൻസ് പഠിക്കുക കേട്ടോ. ഡെലിഗേഷൻ നമ്മൾ പറഞ്ഞു, അതോറിറ്റിയുടെ അധികാരം എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡെലിഗേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാണ്, ഡീസെൻട്രലൈസേഷൻ വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് നല്ല റിസൾട്ട് നമുക്ക് ഡെലിഗേഷനിൽ കിട്ടും. ഡീസെൻട്രലൈസേഷനിൽ ഒരു എഫക്റ്റീവ് ആകണമെങ്കിൽ അത് ബിഗ് ഓർഗനൈസേഷൻ ആവണം. ഡെലിഗേഷൻ ഒരു പ്രോസസ്സാണ്, ഡീസെൻട്രലൈസേഷൻ ഒരു അവസാനത്തെ ഒരു റിസൾട്ടാണ് കേട്ടോ. വാട്ട് ഈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ? ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കുന്നതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള നമ്മുടെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നമുക്ക് എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് പറ്റും. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളുടെ പ്രസ്റ്റീജുകൾ കൂട്ടാനായിട്ട് പറ്റും. ഓർഗനൈസേഷൻ നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ്? ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഉണ്ട്, പ്രൊഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഉണ്ട്, ടെറിട്ടോറിയൽ ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഉണ്ട്, കസ്റ്റമർ വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഉണ്ട്. അടുത്ത മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. എന്താ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു തൊഴിലാളിയെ നമ്മൾ റിക്രൂട്ട്മെൻറ്റിലൂടെയും സെലക്ഷനിലൂടെയും ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ട് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുക. സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള മാനേജറിയൽ ഫങ്ഷൻസിൻ്റെ ഒരു താക്കോലാണ് സ്റ്റാഫ്. സ്റ്റാഫില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയുടെ അഡാപ്റ്റേഷൻ, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുവരിക എന്നതൊക്കെയാണ് സ്റ്റാഫിൻ്റെ പ്രാധാന്യം. സ്റ്റാഫിങ്ങിൽ വരുന്ന സ്റ്റെപ്സാണ് ശരിക്കും ഈ മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെൻ്റ് ഒക്കെ നമ്മൾ സ്റ്റാഫിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ 2 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിക്കാം. മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പീപ്പിൾസിനെ നമ്മൾ നല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക, അതാണ് മാൻ പവർ പ്ലാനിങ്. അതായത് പുട്ടിങ് റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾസ് റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റായിട്ടുള്ള സമയത്ത് കറക്റ്റായ സ്ഥലത്ത് കറക്റ്റായിട്ടുള്ള എണ്ണത്തിലുള്ള നമ്പേഴ്സിൻ്റെ അവൈലബിലിറ്റി, അതാണ് മാൻ പവർ പ്ലാനിങ്. എന്നാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ജോലി കണ്ടെത്തിയിട്ട് ആ ജോലിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യില്ലേ, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ് കേട്ടോ. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് 2 രീതിയിലുള്ള സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻ്റ് ആണ്, ഇൻറ്റേർണൽ സോഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ ഒരാൾക്ക് ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ എന്തുണ്ടാവാം, വേറെ ജോലിയിലേക്ക് മാറാം, അതാണ് ഇൻറ്റേർണൽ സോഴ്സ്. ട്രാൻസ്ഫർ കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പ്രസൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇൻറ്റേർണൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് മാറാണ്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെയും അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ലേബർ യൂണിയൻ അങ്ങനെ വഴിയൊക്കെ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതാണ് എക്സ്റ്റേണൽ സോഴ്സ് കേട്ടോ. അടുത്ത സെലക്ഷനാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റായിട്ട് ഒരു ജോലിക്ക് ഫിറ്റായ ആളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുക. എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ? ട്രെയിനിങ് പറഞ്ഞാൽ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള സ്കിൽ ആൻഡ് നോളേജ് കുറച്ചും കൂടി ഉയർത്താൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാമാണ് ട്രെയിനിങ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 1 വളരെ വലിയ ചാപ്റ്ററാണ്, നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ ഇത്രയും അധികം ഫോക്കസ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്